അങ്ങനെ സഹസഞ്ചാരിയായിട്ട് ഞാൻ കൂടെ പോയി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഇനി ഹിന്ദുമത ഗ്രന്ഥശാല ഹാളിൽ കർക്കടക മാസത്തിലെ രാമായണ പാരായണം, അതിൽ പ്രഭാഷണം വാൽമീകി രാമായണം. എനിക്ക് ഇത്രയും സന്തോഷമുള്ള ഒരു വിഷയമില്ല. വാൽമീകി രാമായണം ഗദ്യം ഞാൻ വായിച്ചിട്ടുണ്ട്, പദ്യത്തിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ ഞാൻ മലയാള ലിപിയിലുള്ള എല്ലാ വോളിയും എൻ്റെ കൈവശം പലരും പ്രസിദ്ധീകരിച്ചുകൊണ്ട് വരും. ഈ സാറ് പറഞ്ഞു, ഇനി എന്നെ കാണണമെങ്കിൽ ഗ്രന്ഥശാല ഹാളിൽ വരണം. ഓവർബ്രിഡ്ജ് ബ്രാഞ്ചിൽ ഞാൻ എന്നും ഗ്രന്ഥശാല ഹാളിലേക്ക് 800 ശ്ലോകങ്ങൾ വെച്ച് 30 ദിവസം കൊണ്ട് 24,000 ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞ ഒരു മനുഷ്യൻ A.V. ശങ്കരൻ സാർ തന്നെയാണ്. 3 വർഷം തുടർച്ചയായിട്ട് അവിടെ വാൽമീകി രാമായണ പ്രഭാഷണം നടത്തി. ഞാൻ ചോദിച്ചു, അടുത്ത വർഷം എൻ്റെ നാട്ടിൽ കർക്കടക മാസത്തിലെ പരിപാടിക്ക് ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ആ 800 ശ്ലോകമല്ല, ഒരു ദിവസം 800 ശ്ലോകം, അങ്ങനെ 30 ദിവസമാണെങ്കിലുള്ളൂ. കഴിഞ്ഞ തവണ റെഫർ ചെയ്ത ശ്ലോകമല്ല ഈ വർഷം പറയുന്നതെന്ന് പറഞ്ഞു. അടുത്ത വർഷം സാറ്, ഞാനതൊക്കെ നോട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അടുത്ത തവണ സാറ് എന്ത് ചെയ്തു, എന്നും പ്രഭാഷണത്തിന് വേറെ ശ്ലോകം എഴുതി ചൊല്ലിയാണ് കാര്യം പറയാറ്. 3-ാമത്തെ വർഷം വന്നപ്പോഴും അതത് ദിവസത്തെ പ്രഭാഷണത്തിന് സാറ് കോട്ട് ചെയ്യുന്ന ശ്ലോകം വേറെ ആയിരിക്കും. അങ്ങനെ 3 വർഷം കൊണ്ട് 24,000 ശ്ലോകത്തിന് ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യവന പ്രചോദയാത്, ആ ഗായത്രി മന്ത്രത്തിലെ 24 അക്ഷരമെടുത്ത് 24,000 ശ്ലോകങ്ങൾ സാറ് ഞങ്ങൾക്ക് പറഞ്ഞു. സാറിനോടുള്ള സഹവാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 3 ദിവസത്തെ പ്രോഗ്രാമിന് ഞാൻ പോയിരുന്നു. അത് ഒന്ന് ഭാഗവത സന്ദേശം, ഒന്ന് ഗീതാ സന്ദേശം, ഒന്ന് രാമായണ സന്ദേശം. ഞങ്ങൾ പകല് മുഴുവൻ അവിടെ ഓരോ കാര്യങ്ങളായിട്ട് നടക്കുമ്പോൾ സാറ് പറഞ്ഞു, നമുക്ക് ഗൂർഖയെ പോലെ പകലുറങ്ങാം, രാത്രി പ്രഭാഷണം നടത്താം. പക്ഷേ 24 മണിക്കൂറും 3 ദിവസവും ഞങ്ങൾ ഉറക്കളച്ചിരുന്നു. ഒരു സന്ദർഭം കണ്ടുകൊടുക്കുക, ഞങ്ങൾ അവിടുത്തെ PRO പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. ഞാൻ 2 ദിവസം ലീവ് എടുത്ത് പോവുകയും ചെയ്തു. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവരുടെ മുറിയിലിരിക്കുമ്പോൾ ഒരു ഖദർ വസ്ത്രധാരി, നല്ല പുളിയരക്കര പോലെയുള്ള കരയൊക്കെ ഇട്ട് തോളയിലൊരു നീളത്തിലുള്ള ഒരു നേരിതൊക്കെ ഇട്ട് ഒരാൾ വന്നു. A.V. ശങ്കരൻ സാറ് സാഷ്ടാംഗം നമസ്കരിച്ചു. ഞാനുള്ള കാര്യം പറയാം, പകച്ചു നിന്നു. ഇതാരാണെന്ന് അറിയത്തില്ല. ഈ സാറിനെ നമ്മൾ നമസ്കരിക്കുന്നു, സാറ് വേറെ ഒരാളിനെ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ആരാണെന്ന് നോക്കി. സാറിൻ്റെ വിരളിങ്ങൻ അല്ല, ആ സാറ് നമസ്കരിച്ചിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ പട്ടം താണവളെ പോലെ ഒരാൾ നിൽക്കുന്നു. അദ്ദേഹം ആ ചൂണ്ടുവിരലെടുത്തിട്ട് മൂക്കിലേക്ക് ഇങ്ങനെ പിടിച്ചു. A.V. ശങ്കരൻ സാറിൻ്റെ മൂക്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. സാറ് പറഞ്ഞു, ഇത് A.V. ശങ്കരൻ തന്നെ, അത്തിപ്പറ്റ ഭാര്യ A.V. ശങ്കരൻ. ആരായിരുന്നു പറഞ്ഞെന്നറിയാമോ? നാരായണ പിഷാരടി സാർ. പോരെ, നാരായണ പിഷാരടി സാർ പറയുകയാണ്, വർഷങ്ങൾക്ക് ശേഷം കണ്ട ആളിനെ ക്ലാസ്സിൽ ഇരുന്നതാണ് ഇത് A.V. ശങ്കരൻ. അതുപോലെയുള്ള മുഹൂർത്തങ്ങൾ എഴുമറ്റൂർ, ഞങ്ങൾ നാരായണ തീർത്ഥയാണെന്ന് അവിടെ ആ എഴുമറ്റൂർ ആശ്രമത്തിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരാൾ ഒരു ചെറിയൊരു ബ്രീഫ് കേസൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അഭിമുഖമായിട്ട് വരും. നേരെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. മെറ്റലെ റോഡല്ല, കൂടി മണലാണ്. നമസ്കരിച്ചിട്ട് എഴുന്നേറ്റ് വന്നയാൾ എഴുമറ്റൂർ രാജരാജവർമ്മ. എനിക്കൊരു 100-ലധികം ആൾക്കാരുടെ പേരുകൾ സാറുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റും. ശ്രീകുമാർ ചേട്ടൻ ഇവിടെ ഇരിക്കുന്നു, ചന്ദ്രാപ്രസ്, അദ്ദേഹം ചട്ടമ്പിസ്വാമികളുടെ ആ ജീവചരിത്ര കഥ A.V. ശങ്കരൻ സാർ എഴുതിയ പട്ടാരകപ്പാന, വിദ്യാധിരാജ ഭാഗവതം അടിച്ചയാളാണ്. ഇന്നിവിടെ വന്നത് ഈ കാര്യങ്ങൾ കേൾക്കാൻ വന്നയാളാണ്. ഞാൻ ഇപ്പോഴത്തെ ആധുനിക രീതിയിൽ മൈ സ്റ്റാറ്റസിലിട്ടിരുന്നു. അത് ആ വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളല്ലാത്തവർക്കും കാണാൻ വേണ്ടി. 50 വർഷങ്ങൾക്ക് മുമ്പ് 1974 ഞാൻ B.Com പാസ്സായിട്ട് പോകുന്ന ആളാണ്. 50 വർഷം കഴിഞ്ഞ് 2024 ഒരാൾ ബോംബെയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു, ഞാൻ ഡയാലിസിസ് ചെയ്ത് കിടക്കുവാണ്, എനിക്ക് ശബ്ദമില്ല, മകനെ കൊണ്ട് സംസാരിപ്പിച്ചിരിക്കുന്നു. 50 വർഷം മുമ്പ് എൻ്റെ കൂടെ പഠിച്ചയാളാണ്. എങ്ങനെയാണ് ഞാൻ ഇവരെയൊക്കെ കണ്ടുപിടിക്കുന്നത്? ഈ 27 അക്ഷര മന്ത്രം ചൊല്ലിയാൽ വരേണ്ടവർ വരും, കേൾക്കേണ്ടവരെ കേൾക്കാം, കാണേണ്ടവരെ ഇതാ അങ്ങനെ വന്ന ആൾക്കാർ അല്ലേ. എൻ്റെ സ്റ്റാറ്റസ് ഇത് കണ്ടിട്ട് വന്നത് വർക്കലയൊന്നും തന്നെയല്ല. നമുക്ക് പന്മനയായാലും കരുനാഗപ്പള്ളി നീലകണ്ഠ തീർത്ഥസ്വാമിയുടെ ആശ്രമമായാലും
വാഴൂരാശ്രമമായാലും ആ പരമ്പരയിൽ ആശ്രമങ്ങളിലൊക്കെയുള്ള ആൾക്കാരെ അറിയാവുന്ന ഒരു അച്ഛൻ്റെ അഭിവന്ദ്യ പിതാവിൻ്റെ മകളാണ് ബിന്ദു അല്ലേ. എന്നിട്ട് ഇവിടെ വന്നപ്പം ചോദിച്ചു എന്നെക്കൊണ്ട് ചിത്രം എടുക്കാം സർവകലാവല്ലവൻ്റെ മുന്നിൽ വന്ന് ചിത്രം എടുക്കാൻ ആരോടെങ്കിലും ചോദിക്കണോ? സർവജ്ഞൻ യക്ഷി സദ്ഗുരു ഇരിക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും ചോദിക്കണം? ഇവിടെ ഞാനിതുപോലെ ഓരോ കടലാസുകൾ കൊണ്ടുവരും. അങ്ങനെ ഒരു കടലാസെങ്കിലും കിട്ടാത്തവരാരെങ്കിലും കാണില്ല. ഇവിടെ ഉണ്ട്, പക്ഷേ ഇത് നേരത്തെ കൊടുത്തിട്ടുള്ള മുകളിൽ ചെന്ന് കിട്ടിയിട്ടില്ല, ഞാൻ തന്നിരിക്കും. അപ്പോൾ എനിക്കറിയാം എന്താണെന്നറിയോ, ഇത് കൊടുക്കുമ്പോൾ ഇത് ഞാൻ എത്ര എടുത്തുകൊണ്ട് വന്നെന്ന് എനിക്കറിയാം, എത്ര പേർക്ക് കൊടുത്തെന്നറിയാം, എത്ര ഓഡിയൻസ് ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. ഇനി ഓർമ്മ പുതുക്കി സാറിനെ കുറിച്ച് പറയണമെങ്കിൽ സാർ എഴുതിയിട്ടുള്ള അഷ്ടോത്തര ശതനാമ സ്തോത്രം ദേവിക്ക് എഴുതും, ആറ്റുകാല അമ്മയ്ക്ക് എഴുതി കൊടുത്തു. സ്വാമികളെക്കുറിച്ച് തൃശ്ശതി എഴുതി, സ്വാമികളെക്കുറിച്ച് സഹസ്രനാമം എഴുതി. ഇതെല്ലാം ദേവിയെക്കുറിച്ച് എഴുതും. ഒന്നിവിടെ വെച്ചാൽ വീട്ടിൽ 2 ഗ്ലാസ് ചായ എടുക്കുന്നത്, ഒന്നിവിടെ വെച്ചാൽ ദേവന് വെച്ചാൽ ഒന്ന് ദേവി. പാർവതി പരമേശ്വരന്മാരെ പോലാണ്. ശിവലിംഗ പ്രതിഷ്ഠയാണ് വന്മയിൽ, അവിടെ ദേവിയുമാണ്. ഇവരൊക്കെ ആ ആരാധനയിൽ കൂടി വന്നതാണ്. അപ്പോൾ നമ്മൾ ഇവരെ ആരാധിച്ചു, അവരെയും കൂടെ നമ്മൾ ആരാധിച്ച് ജീവിക്കണം. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ നിൽക്കും. ഇന്നലെ ഇവിടെ സഹസ്രനാമ അർച്ചന ഇവിടെ നടക്കുന്നു നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടി എന്ന് പറയാൻ പറ്റില്ല, ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസും ആയിട്ട് എ വി ശങ്കർ സാറും ഞാനും കൂടെ നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ സഹസ്രനാമ പാരായണം ഗിരി പറഞ്ഞിട്ടാണെന്നും എനിക്ക് ഇവിടെ പരിഹാരത്തിൽ ചൊല്ലിക്കൊടുക്കും. അങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോൾ സാറ് പറയും സർവജ്ഞാന്ന് കേൾക്കുമ്പോൾ പറഞ്ഞ് നമ്മളിതിലുണ്ട്. ഏതെല്ലാം പദം പറഞ്ഞു കഴിഞ്ഞാലും സാർ അന്നേരം പറയും ഇതൊക്കെ സഹസ്രനാമത്തിൽ ഒന്നിലധികം പദം വരുന്നത് വിഷ്ണു സഹസ്രനാമത്തിൽ 87 സ്ഥലത്ത് വന്നിട്ടുണ്ട്. 2 സമയം 3 തവണ 4 തവണ 5 തവണ. പക്ഷേ ലളിതാ സഹസ്രനാമത്തിൽ റെപ്പറ്റേഷൻ ഇല്ല. എ വി ശങ്കരൻ സാറിൻ്റെ സഹസ്രനാമ സ്തോത്രത്തിൽ റെപ്പറ്റേഷൻ ഇല്ല. കാരണം അകാരാദി ക്രമത്തിൽ എല്ലാ പദങ്ങളും എഴുതി വെച്ചതിന് ശേഷമാണ് ശ്ലോകം എഴുതുന്നത്. അല്ലെ ശ്ലോകം എഴുതിയതിന് ശേഷം അകാരാദി ക്രമത്തിൽ എഴുതി നോക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വാക്ക് കൂടുതലുണ്ടെങ്കിൽ അകാരാതിക്രമം നോക്കിയിട്ട് സാറിനോട് ഞാൻ പറയും സാറേ ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ. ഉടൻ 3 അക്ഷരമുള്ളതാണെങ്കിൽ 3 അക്ഷരം വേറെ പദം, 5 അക്ഷരമുള്ള 5 അക്ഷരം, 16 അക്ഷരമുള്ളതാണെങ്കിലും പറയും. എനിക്ക് സാർ എഴുതി തന്നൊരു ശ്ലോകം മറക്കാൻ പറ്റുകയില്ല. കാളികാവ് ദേവീക്ഷേത്രത്തിൽ പുഷ്പവൃഷ്ടി നടത്തുന്നു. സാറേ പൂക്കൾക്ക് കാശില്ല. എന്തെങ്കിലും കാശ് ഞാനൊരു ശ്ലോകം എഴുതി തരാം, പല കളറുള്ള പേപ്പറിൽ അടിച്ചടിച്ചോളാൻ പറഞ്ഞു. മനസ്സിലായി? പുഷ്പവൃഷ്ടി നടത്തി. കാളികാവിനി വിശ്വസുന്ദര മഹാക്ഷേത്രോദരേ സംസ്ഥിതാം കാളീം ആശ്രിതലോകരക്ഷണകലാദക്ഷാം ഫലദ്വേഷിണീം നാളീകായത ചന്ദ്രസൂര്യ നയനാം കാരുണ്യ സമ്പന്മയീം നാളീകസ്ഥിത സൗഖ്യതാം ശിവഗരീം ഈഢേ ജഗന്മാതരം. എന്നിട്ട് സാറ് പറഞ്ഞു ഇത്രയും അക്ഷരസംഖ്യയുള്ള ഒരൊറ്റ ശ്ലോകം ഞാൻ എഴുതി തന്നത് കാളികാവിലമ്മയ്ക്കാണ്. കാരണം കാളികാവ് ക്ഷേത്രത്തിൽ അദ്ദേഹത്തെ ഞാൻ കൊണ്ടുപോയി പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അത് വള്ളിയൂർ തിരുവേനി സപ്താഹം നടത്തിയ ആ സമയത്തായിരുന്നു. ഇവർ 2 പേരും കെട്ടിപ്പിടിച്ച ഉണർന്ന ആ രംഗം ഞാൻ ഓർക്കുന്നു. അങ്ങനെ സാറിനെ ആരൊക്കെ ആരാധിച്ചിട്ടുള്ളൂ അതെനിക്കറിയാം. സാറ് ആരൊക്കെ ആരാധിച്ചിട്ടുണ്ട് അതും എനിക്ക് കൃത്യമായിട്ടറിയാം. ഈ ഗുരുത്വം കൊണ്ട് മാത്രം കിട്ടിയതല്ല ഇത്. ഈ രാമായണത്തിൽ പറയുന്നു എഴുത്തച്ഛൻ ആരെയൊക്കെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഭട്ടാരകപ്പാനയിലും എ വി ശങ്കരൻ സാറ് മരുമക്കത്താരാണ്, അമ്മാവന്മാരെ ഓർത്താണ് എഴുതിയേക്കുന്നത് അല്ലേ. അതുപോലെ സഹസ്രനാമത്തിൽ ആ കലശം ഓരോ പൊങ്കാല അർപ്പിക്കുന്ന പോലെയാണ് അർപ്പിച്ചിരിക്കുന്നത്. ഇല്ലെന്ന് തോന്നുന്നുണ്ട്. സാറിൻ്റെ മകളുടെ സാന്നിധ്യത്തിൽ സാറിൻ്റെ ഞാൻ പ്രിയപുത്രി എന്ന് പറയും, 2 പ്രിയ പുത്രി, ചിലപ്പോൾ വത്സല സന്തതി എന്ന് പറയും, എല്ലാ പദങ്ങളും പറയും. ഒരുപാട് കുട്ടികൾ ഈ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് വാങ്ങിയ ഈ പ്രേമലത അവരുണ്ടല്ലോ, എത്രയോ കുട്ടികളെ ഞങ്ങളെ കൂടെ നിന്ന് പഠിപ്പിച്ചു. പിന്നെ ഓരോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ വന്നപ്പോൾ എങ്കിൽ തന്നെ ഈ ശ്ലോകത്തിൽ ചില പദങ്ങൾ വിട്ടുപോയി. നമുക്ക് പഴമ കൊണ്ട് കടലാസിൻ്റെ അതെല്ലാം ഫില്ലപ്പ് ദ ബ്ലാങ്ക്സ് ഈ അമ്മയാണ്. മനസ്സിലായി? മക്കളുടെ മക്കളെ അങ്ങനെ കൂടെ ഓർമ്മിച്ചു. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ സാറിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, വേലായുധ നായർ സാറിനെ കുറിച്ച് പറയാനുള്ള കാര്യം പറഞ്ഞു, എല്ലാവരും തത്വങ്ങളെല്ലാം പറഞ്ഞു. ഈ 3 പേരെ കൊണ്ട് എനിക്ക് പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രമേശ് സാർ ചെറുപ്പത്തിൽ തൊട്ടേ വിദ്യാധിരാജ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പുഷ്പാർച്ചന നടത്തുന്ന ആളാണ്.
മൈഥിലി മോളെ എനിക്ക് കൊച്ചിനെ നിനക്ക് ഇപ്പോഴേ ഇരിക്കുന്നത് ഞങ്ങൾ ഗൗരി എന്നാണ് വിളിക്കാറ്. ഗൗരി ബിനീഷ്മ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. ഏത് വിഷയത്തിലാണ്? ചട്ടമ്പിസ്വാമികളുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ച്. അതിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് കണ്ടത്? നമ്മൾ പോയി കണ്ടിട്ടില്ലേ? ചട്ടമ്പിസ്വാമി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ അവർ കണ്ടിട്ടുണ്ട് എല്ലാവരും. പക്ഷേ ഈ ഇടയ്ക്ക് ഒരു ബുക്ക് വന്നു. അത് ചട്ടമ്പിസ്വാമികൾ, ഞാൻ പല വിദ്യകളും പഠിച്ചിട്ടുണ്ട്. മഹാവിദ്യ, വിദ്യാമന്ത്രം, ശ്രീ വിദ്യാമന്ത്രം പഠിച്ചാണ്. പക്ഷേ വിദ്യാധിരാജൻ നവോത്ഥാന വിദ്യാധിരാജൻ, ഞാൻ ആ നവോത്ഥാനത്തിൻ്റെ കൂടെ വിദ്യ ഓർത്തു. നവോത്ഥാന വിദ്യ എന്ന് പറഞ്ഞൊരു വിദ്യ ഉണ്ടോ? എൻ്റെ മനസ്സിൽ തോന്നുന്നു. 2 പദമായതുകൊണ്ട് കുഴപ്പമില്ല. 2 പദത്തെ ഞാനന്ന് അടുപ്പിച്ചു വെച്ചു. നവോത്ഥാന വിദ്യ. ഒരുപാട് വിദ്യകൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. നവോത്ഥാന വിദ്യ വേറെ. ഇത് ഒന്നാം തരം നവോത്ഥാന നായകനെ കുറിച്ച് എഴുതുകയാണ്. 6 കാണ്ഡങ്ങളെന്ന് ഞാൻ പറയും. 6 അധ്യായങ്ങളിലൂടെ അതിൻ്റെ ഉപശീർഷകങ്ങളിലൂടെ നല്ല ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്ന ആ ബുക്ക്. അത് വായിക്കണമെങ്കിൽ സാധാരണ വായനയിൽ പറ്റുന്നതല്ല. സാധാരണ വായനയിൽ ഒരു ഒഴുക്കം ചെയ്ത് നമുക്ക് ഇതൊക്കെ കേട്ട് പോകാം. പക്ഷേ അതങ്ങനെയല്ല. 6 പടികളും കടക്കണം. ആധാരചക്രം, മൂലാധാരം, സ്വാധിഷ്ഠാനം ഇവിടെ പറഞ്ഞല്ലോ. മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരത്തിലെത്തുന്ന പോലെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അതനുസരിച്ച് വിശദീകരിച്ചാൽ അതതുപോലെ. അപ്പോൾ നല്ല ഭാവി. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഓഡിയോ റെക്കോർഡ് ചെയ്താക്കി കിട്ടിക്കാണുമെന്ന് വെച്ചു. ഒരാളും ചെറുതായിട്ട് വെണ്ണില വേണുഗോപാലൻ നായർ സാർ ഏത് പുസ്തകം എഴുതിയാലും അതിൽ ചട്ടമ്പി സ്വാമികളുടെ ഒരു ഫോട്ടോയും 2 താളിലുള്ള ശ്ലോകങ്ങളും അടിച്ചിരിക്കുക ആ പുസ്തകം. അദ്ദേഹം രാമായണത്തെക്കുറിച്ചുള്ള സഹസ്രാധിക രാമായണം പ്രശ്നോത്തരി അതിലുണ്ട്. 700-701 സപ്തശതി. ഗീതാ ഗ്രന്ഥത്തിൻ്റെ 700-701 സപ്തശതി പ്രശ്നോത്തരി. ഇപ്പോൾ അദ്ദേഹം ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, അതിൻ്റെ വ്യാഖ്യാന സഭയിൽ. അടുത്ത ജോലി എന്തായിരിക്കും? സാറേ ഒന്ന് എഴുതിയിരുന്നു സാറേ, ഒന്ന് കാണത്തില്ലായിരുന്നു. ആ ഭഗവാനെ നോക്കിയിട്ട് ശ്രീ വിദ്യാധിരാജ പ്രശ്നോത്തരി എത്ര ജോലി ഉണ്ടെങ്കിലും അതിൻ്റെ പ്രൂഫ് ഞാൻ നോക്കി. അങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ളൊരു ശ്രമവും കൂടെ നടത്തണം. ഏതായാലും സാറിൻ്റെ വരവന്നിരി ഇതൊരു ജോലിയല്ല. ഇത്രയും നേരം എനിക്ക് പറയാൻ ഒരുപാട് കാര്യം ഉണ്ടെങ്കിലും ഞാനിത് സംസാരിക്കുന്നില്ല എന്ന് മോഹൻ ചേട്ടനോട് പറഞ്ഞതാണ്. സാധാരണഗതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നെപ്പോളിയൻ പറഞ്ഞിട്ട് ഒന്നും കൊണ്ട് വരുന്നില്ല, ഒന്നും കൊണ്ടും പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് വാക്കുകൾ മനസ്സിൽ വെള്ളത്തിലെ തിര തള്ളി വരും കണക്കിനുള്ളത്തിൽ വിളയാടുക സരസ്വതി. അങ്ങനെ ഉള്ളത്തിൽ വരുന്നത് പറയാമെന്നല്ലാണ്ട് ഒരു ഞാൻ ഈ സാറിനോട് പറഞ്ഞു, ഇവിടെ വന്ന് പറഞ്ഞു സാറ് സംസാരിച്ചോട്ടെ, അത് കഴിഞ്ഞ് ഞാൻ പറയുള്ളൂ. എന്താ കാര്യം ചോദിച്ചാൽ എല്ലാവരോടും വർത്തമാനം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ AV ശങ്കർ സാറിനെ കുറിച്ച് എന്ത് പറയണമെന്നുള്ളതൊക്കെ ഒന്ന് മറന്നു. എല്ലാവരോടും വർത്തമാനം പറഞ്ഞു വരില്ല. അങ്ങനെ വന്നപ്പോൾ ഇവിടെ വന്ന് നിന്നു. മനസ്സിൽ ഞാൻ എന്താണ് കരുതുകയെന്ന് പറയും. ഭഗവാനെ ഒന്ന് ഓർമ്മിച്ചു. ഞെട്ടത് കാണും. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ കാണും. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം സാർ എഴുതിയ ബുക്കിൻ്റെ 2 ഫോട്ടോ കോപ്പി എടുത്തു. ഇതിനകത്തുള്ള ഒരു കാര്യം, ഇങ്ങനെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ 100 നാമം കഴിഞ്ഞ് ശതകാദ്യ നാമം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഏതായാലും എല്ലാവർക്കും അറിയാം വിശ്വം എന്നാണ്. അടുത്ത 101 എത്രയാണ്? വൃഷാകവി. 201 സന്ധാത. വിശ്വം വൃഷാകവി സന്ധാത. ശ്ലോകമായോ? 301, 401, 501 യുഗാവർത്ത വീരാകവീന്ദ്ര. അടുത്തത് ശ്രീവത്സ വക്ഷാസത്ത അക്ഷോഭ്യ സ്വസ്തിത. ഇങ്ങനെ 10 നാമങ്ങൾ ശതകാദ്യ നാമം ഞാൻ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ചൊല്ലും. ബാക്കി 990 ഞാൻ ചൊല്ലത്തില്ല. ലളിതാ സഹസ്രനാമത്തിന് ശ്രീ മാതാ മണിപൂരാന്തരുദിത സദ്ഗതിപ്രദ ശ്രീങ്കാരി വിവിധാകാര ഗുഢാന്നപ്രീത മാനസ ധരാന്തോളിത ദീർഘാക്ഷി ദേശകാലാപരിച്ഛിന്ന പുഷ്ടാനാഥരൂപടി. ഞാൻ 990 ചൊല്ലത്തില്ല, 10 ചൊല്ലും. ചട്ടമ്പി സ്വാമികളുടെ 10 ചൊല്ലും. അങ്ങനെ 12 ഗ്രഹങ്ങളുടെ ചൊല്ലും. ഇവിടെയുള്ള പ്രതിഷ്ഠ എല്ലാം നോക്കി ഏത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അതിനെക്കുറിച്ചുള്ളതെല്ലാം ചൊല്ലും.
ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചുള്ള സഹസ്രനാമമുണ്ട്, സമാധി അടങ്ങ സന്യാസിമാരെ കുറിച്ചുള്ള ഇതുണ്ട്, എല്ലാത്തിൻ്റെയും 10. അങ്ങനെ 100 എണ്ണത്തിൽ 10 ആയാൽ അതൊരു സഹസ്രമായില്ലേ? അങ്ങനെ ചെല്ലുന്നവരാണ്. എന്നെക്കുറിച്ച് കൂടുതൽ പറഞ്ഞതായിട്ട് എല്ലാവർക്കും തോന്നുമല്ലോ എന്നോർത്താണ് ഞാൻ സാധാരണ പറയാത്തത്. പക്ഷേ ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം വേദിയിൽ ഇരിക്കുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇവരൊക്കെ ഈ വേദിയിലിരിക്കുന്നവരാണ്, സദസ്സിലിരിക്കേണ്ടവരല്ല. പക്ഷേ ഞങ്ങളൊക്കെ ഒരു കാലത്ത് സദസ്സിലിരുന്ന് കേട്ടവരാണ് നിങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ. അതുകൊണ്ട് എൻ്റെ മുന്നിൽ ഇരുന്നതും ഇവിടെ ഇരുന്നതിന് തുല്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പക്ഷേ എനിക്കിപ്പോൾ വാഗ്രൂപണിയായിട്ട് ഈ ഭഗവാൻ എന്നെക്കൊണ്ട് തോന്നിച്ച ഒരു ശ്ലോകം ചൊല്ലി ഞാൻ സമാപിപ്പിക്കുന്നു. പക്ഷേ എന്നോടൊപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും മേടിക്കുന്നില്ലല്ലോ, പക്ഷെ നിങ്ങളിൽ നിന്നെല്ലാം ഒന്ന് മേടിക്കുന്നു. ശബ്ദം ഓംകാരരൂപ ഗമനീയപദാരവിന്ദ ശ്രീ വഞ്ചിഭൂപകുലദൈവത വിശ്വരൂപ ശേഷേശയാന ശിവപൂജന പത്മഹസ്ത ശ്രീപത്മനാഭ മമ ദേഹി കരാവലംബം